പ്രസക്തമോ അടിയന്തര പ്രാധാന്യമോ വിഷയമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജി സുധാകരന്റെ കിഫ്ബി വിരുദ്ധ പ്രസ്താവനയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചത്. പിന്നാലെ സ്പീക്കറുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്ത് പ്രതിപക്ഷം ബഹളം ആരംഭിച്ചു. ഇതോടെ വിഷയം ആദ്യ സബ്മിഷനായി ഉന്നയിക്കാമെന്നായി സ്പീക്കർ. മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ജി സുധാകരന്റെ പ്രസ്താവന കൂട്ടുത്തരവാദിത്തമില്ലായ്മയുടെ ഉദാഹരണമാണെന്ന് സബ്മിഷൻ അവതരിപ്പിച്ച വി ഡി സതീശൻ ആരോപിച്ചു. മന്ത്രിയുടെ പ്രസംഗത്തിന്റെ സിഡിയും സതീശൻ സഭയിൽ ഹാജരാക്കി. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തമില്ലായ്മ പരസ്യമായി പ്രകടമാക്കപ്പെട്ടിരിക്കുകയാണ്. സാർ, അതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. സർക്കാരിനെതിരെ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് വിഷയമില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടിയും പ്രതിരോധവും. പ്രതിപക്ഷത്തിന് എത്രമാത്രം വിഷയദാരിദ്ര്യം അനുഭവപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നിവിടെ നടന്ന കാര്യം. കിഫ്ബിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന ഇന്നലത്തെ നിഷേധക്കുറിപ്പ് സഭയിലും ജി സുധാകരൻ ആവർത്തിച്ചു. അപ്പോൾ എൻ്റെ വാദം, ഇത് ബഡ്ജറ്റിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്, അഭിമാനമാണ്, നാട് മുഴുവൻ പറയാം. അത് ധനകാര്യ വകുപ്പുകൾ പണ്ട് മുതലേ പറയാറില്ല. അതാണ് ഞാൻ ആ വാക്ക് പറയുന്നത്. ഇതാണ് പ്രശ്നങ്ങൾ നോക്കിയോളൂ. ഇവരൊന്നും ഞാൻ പറഞ്ഞാൽ കിഫ്ബിക്കെതിരായിട്ട് പറഞ്ഞില്ലെന്ന് മാത്രം. സഭയിലുണ്ടായിരുന്നിട്ടും ധനമന്ത്രി തോമസ് ഐസക് ഒന്നും മിണ്ടാതിരുന്നത് ശ്രദ്ധേയമായി. മന്ത്രിയുടെ പ്രസംഗത്തിന്റെ CD ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ ഏറെ നേരം വാദപ്രതിവാദങ്ങൾ നടന്നു. ഒടുവിൽ വിഷയത്തെ സർക്കാർ ഗൗരവമായി എടുക്കുന്നില്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആർ ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.